your friend, you're not okay. Hi everyone, welcome to my channel. പറയാനൊരാൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചെറിയൊരു യാത്രയിലാണ്, ശിശുവേട്ടൻ ഡ്രൈവിങ്ങിലാണ്. ഹലോ ഹായ്. ഇവിടെ എൻ്റെ ചെറുത് നല്ല ഉറക്കത്തിലാണ്. അപ്പം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ഇന്ന് പെസഹാവിയുടെ ലീവാണ്, നാളെ ദുഃഖവെള്ളിയുടെ ലീവാണ്. അപ്പം ശിശുവേട്ടന് ലീവായതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഒരു യാത്ര പോവാണ്. എങ്ങോട്ടാണെന്നല്ലേ? ആസ് യൂഷ്വൽ വയനാട്. നമ്മൾ അങ്ങോട്ടല്ലാണ്ട് വേറെ കൂടെ പോവാറില്ലല്ലോ ശിശുവേട്ട. പോവാറുണ്ട്, കുറവാണ്. കൂടുതലും വയനാട്. നമുക്ക് എന്തെങ്കിലും ഒരു ലീവ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അപ്പം വയനാട് പോകാനാണ് തോന്നാറുള്ളത്. ഒന്നാമത് കോഴിക്കോട് നിന്ന് അടുത്താണ്, അപ്പം നമുക്ക് പെട്ടെന്ന് പോയിട്ട് തിരിച്ചിട്ട് വരാം. മോനൊക്കെ കൊണ്ട് ലോങ് പോകാൻ പറ്റില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വയനാട് ഓപ്റ്റ് ചെയ്യും അല്ലേ, ക്ലൈമറ്റ് ഉണ്ടാവും അങ്ങനെ. അപ്പൊ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ലക്കിടിയുള്ള അബാദ് റിസോർട്ടിലേക്കാണ്. അബാദ് ബ്രൂക്ക് സൈഡ് റിസോർട്ട് എന്നാണ് അതിൻ്റെ പേരെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. വാവ നല്ല ഉറക്കാണ്. ഞാൻ സീറ്റ് ബെൽറ്റ് ഊരിയിട്ടിരിക്കുക. വാവന് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് വാവന് പിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ എന്തൊക്കെയാ വിശേഷം? ശോഭനൊരു കോൾ. 2 മണിക്കാണ് ചെക്കിങ്. ഇപ്പൊ 2:15 നമ്മളിപ്പോ എവിടെ എത്തി? അങ്ങനെ നമ്മൾ 4-ാം വളവിലെത്തിയ സമയത്ത് അവിടെ ഒന്ന് കട്ടനടിക്കാൻ വേണ്ടി നിർത്തി കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. നമ്മളെപ്പോഴും അടിവാരത്തുനിന്ന് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇങ്ങനെ 4-ാം വളവിലേക്ക് എത്തുന്ന വഴിയാണ് പോകാറുള്ളത്. കട്ടൻ ചായയും കാടമുട്ടയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ അതൊക്കെ ഇരുന്ന് കഴിക്കുകയാണ്. അത് കഴിച്ച് പിന്നെ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. ഇപ്പോൾ വയനാട് ഇങ്ങനെ കുറേ പ്രാവശ്യം പോയി നമ്മളെ സ്വന്തം തറവാട്ടിലേക്ക് പോകുന്ന പോലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ 9 വളവൊക്കെ കയറി ലക്കിടി എത്തിയപ്പം ഈ റിസോർട്ടിൻ്റെ ഒരു വണ്ടി വിട്ടിട്ടുണ്ടായിരുന്നു. ഒരു 2 കിലോമീറ്ററോളം ഓഫ് റോഡ് ഉണ്ട്. അപ്പോൾ നമ്മളെ വണ്ടി എടുത്ത് വേണമെങ്കിൽ പോവായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു വെറുതെ അറിയാത്ത വഴിയായതുകൊണ്ടേ, ഓഫ് റോഡൊക്കെ അല്ലേ, അപ്പം ജീപ്പല്ലേ കുറച്ചുകൂടെ നല്ലതെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ കുലുങ്ങി ഇങ്ങനെ യാത്ര പോവുകയാണ്. അപ്പം ഒരു ഫോറസ്റ്റിനുള്ളിലൂടെയാണ് യാത്ര. ഒരു സൈഡ് നമ്മൾ കുറച്ച് പോയി കഴിയുമ്പോഴേക്കും ഒരു സൈഡ് ടീ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മൾ അബാദ് ബ്രൂക്ക് സൈഡിലെത്തി. എത്തിയതും എൻ്റെ ചോട്ടുമോന് ഒട്ടും ക്ഷമയില്ല. നേരെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ബാസ്ക്കറ്റ് ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. കുറേ ബോളിൻ്റെ പുറകെ ഓടി പിന്നെ അത് ഫുട്ബോളായി, പിന്നെ അത് ബാസ്ക്കറ്റ് ബോളായി, വീണ്ടും പിന്നെ അത് ഷട്ടിലായി. അങ്ങനെ നീണ്ടു പോയി കളികൾ. അപ്പോൾ ഞാനിവിടെ ഇരിക്കുന്ന ഈ ഊഞ്ഞാലിൽ കുറച്ച് നേരം ഒന്ന് ഇരുന്നു. പക്ഷേ എന്നെ അതിനകത്ത് കൊള്ളുന്നില്ലായിരുന്നു ഡിയേഴ്സ്. ഞാൻ അതിനകത്ത് എന്നെ കുത്തിക്കൊള്ളിച്ചു എന്ന് പറയുന്നതാണ് ശരി. പിന്നെ അതുകൊണ്ട് എനിക്ക് ആടാനൊന്നും വലിയൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല. പതിയെ അതിനകത്തിരുന്നു. പിന്നെ കുറച്ച് നേരം ഞാനും ചോട്ടിൻ്റെ കൂടെ ഷട്ടിലൊക്കെ കളിച്ചു. പക്ഷേ അനങ്ങാൻ പറ്റുന്നില്ല, സത്യം പറയാലോ. ഈ തടിയും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പണ്ട് ഛിന്നം ഭിന്നം ഓടിക്കളിച്ച ഞാനാ. ഇപ്പം എനിക്കൊന്നിനും പറ്റുന്നില്ല ഗൈസ്. പക്ഷെ സാരമില്ല ഗൈസ്. ഞാൻ ഈ ഗൈസ് പറയാറില്ല, ഞാനിവിടെ ചോട്ടിനോട് പറഞ്ഞതാട്ടോ. അപ്പം ഞങ്ങളങ്ങനെ കുറച്ച് നേരം കളിച്ചു. ചെറുത് ഇതാവുണ്ടായിരുന്നു. പിന്നെ നമ്മളെ റൂമിൻ്റെ ബാൽക്കണിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ കാണുന്ന നേരെ വ്യൂ ഇതാണ്. അപ്പോൾ കുരങ്ങൻ എന്നെ കണ്ടതും തിരിഞ്ഞിരുന്നു. എന്തിനാണോ എന്തോ അതെൻ്റെ പുറകെ കാണിച്ചു തന്നു. എനിവേ കുട്ടികളുടെ കൂടെ ആ ശിശോപേട്ടനും കളിക്കുന്നുണ്ട്. ശിശോപേട്ടനാണ് ഇതിൽ ഏറ്റവും ചെറിയ കുട്ടിയും തോന്നുന്നുണ്ട്. ബാക്കി എനിക്കറിയില്ല. നമ്മളധികം ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് കേട്ടോ പോവാറുള്ളത്. പക്ഷേ ഫാമിലി മാത്രമാകുമ്പം അതിൻ്റെ ഒരു വൈബ് വേറെയാണ്. അതായത് നമുക്കൊരു ക്വാളിറ്റി ഓഫ് ടൈം കുറച്ചുകൂടി കൂടുതലായിരിക്കും. ഫ്രണ്ട്സിൻ്റെ കൂടെ ആകുമ്പോൾ അടിപൊളിയാണ്. ജഗപുക, ഭയങ്കര വർത്താനവും കളിയും ചിരിയും കുട്ടികളുടെ കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇങ്ങനെ ആകുമ്പം നമ്മളൊന്ന് റിലാക്സ് ചെയ്ത് നമ്മൾ മാത്രമായിട്ട് അങ്ങനെയും വേണം, മറ്റതുപോലെയും വേണം, രണ്ടും വേണം. ഇടയ്ക്കൊക്കെ ഇങ്ങനെയും വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പം നമ്മളിങ്ങനെ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. നമുക്കിനി പൂളിലേക്ക് ഇറങ്ങണം. അപ്പം പൂൾ ടൈം വരുന്നത് 7 o'clock വരെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം അങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറി പൂളിലേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇത് കിഡ്സ് ഏരിയ ആണ്. അപ്പോൾ വേദുവിനെ നമുക്ക് വെള്ളത്തിലിറക്കി നമ്മൾ 3 നേരം കൂടി കളിപ്പിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതായത് നമ്മുടെ നോർമൽ സെക്ഷനിൽ കുറച്ച് 1-2 പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ കിഡ്സ് ഏരിയയിൽ കളിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ പോയപ്പം നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ടൈം കിട്ടി കേട്ടോ. ഒറ്റയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മാത്രം കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ചു. അപ്പം വേദു വെള്ളത്തിൽ നിന്ന് കയറുന്നേ ഉണ്ടായിരുന്നില്ല. വെള്ളം അവന് ഭയങ്കര ക്രേസാണ്. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞു തിരിച്ചൊക്കെ വന്നു, ചായയൊക്കെ കുടിച്ചു. അപ്പോഴേക്കും വേദു കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഭക്ഷണമൊക്കെ കഴിച്ചു. നമ്മുടെ ബാൽക്കണിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ഗ്രൗണ്ടിലാണ് ക്യാമ്പ് ഫയർ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ രാത്രിയത്തെ ഫുഡ് റെസ്റ്റോറൻറ്റിൽ ഓർഡർ ചെയ്യുക ചെയ്തിട്ടുണ്ടായത്. ബുഫേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ റൂമിലേക്ക് ഓർഡർ ചെയ്ത് കഴിക്കുക ചെയ്തത്. പിന്നെ ഞാനും ശിശുപേട്ടനും കൂടി ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞപ്പോൾ ചോട്ട് പുറകിൽ നിന്ന് ഭയങ്കര കളിയാണ്. അപ്പോൾ ചോട്ടുവിൻ്റെ കാര്യം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു കേട്ടോ. അതായത് വേറെ ഒന്നുമല്ല, വാവ വന്നേ പിന്നെ ചോട്ട് ഭയങ്കര മെച്യൂർഡായി. മറ്റത് ചോട്ടു ഞങ്ങൾക്ക് എപ്പോഴും ഒരു ചെറിയ കുട്ടീനെ പോലെ ആയിരുന്നേ. ഇപ്പോൾ ചോട്ട് വലിയ ബിഗ് ബ്രോ ആണ് കേട്ടോ. ബിഗ് ബ്രോ ആയപ്പോഴേക്കും ചോട്ടുവിനെ പുന്നാരിക്കാനോ അല്ലെങ്കിൽ ചോട്ടുവിൻ്റെ മടിയിലിരുത്തി പണ്ട് കളിപ്പിക്കുന്ന പോലെ ഒന്നും കളിപ്പിക്കാൻ പറ്റാറില്ല കേട്ടോ. അപ്പോൾ ഗുഡ് മോർണിംഗ്, രാവിലെയായി. ഗുഡ് മോർണിംഗ് പറയാൻ വേണ്ടി വന്നത് ആരാ നോക്കിയേ. അപ്പം ഇത് നല്ല രസം തോന്നി കേട്ടോ എനിക്ക്. അല്ലെങ്കിൽ ഈ കുരങ്ങന്മാരുടെ കളികളൊക്കെ കാണാൻ, ചേഷ്ടകളൊക്കെ കാണാൻ ഒരു ഹരം തന്നെയാണല്ലേ. അപ്പോൾ അവരെ ഫീഡ് ചെയ്യരുതെന്നുണ്ടായിരുന്നു. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മഞ്ഞ. ഗുഡ് മോർണിംഗ്. കുറവായി പോയി. ഇതിവിടെ മങ്കീഷ് ഉണ്ടോ? ആണോ? എന്താ ചെയ്ത് മങ്കീഷ്? മങ്കീഷ് എന്താ ചെയ്തു? ടോ വീണോ? മരത്തുനിന്ന് ചാടിയത് കൊണ്ടാണ് ടോ പറയണത് കേട്ടോ. ഏതിപ്പം സംസാരിച്ച് തുടങ്ങുന്ന വേർഡ്സ് ആയിട്ടേ പറയുന്നുള്ളൂ, സെൻറ്റൻസ് ആയിട്ട് പറഞ്ഞു തുടങ്ങിയിട്ടില്ല. അമ്മേൻ്റെ കണ്ണിൽ കൊത്തുവോ അത് ബ്രഷ്? Good morning. 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 എണീക്കടാ. വേദു ആസ് യൂഷ്വൽ അച്ഛനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. എൻ്റെ 2 മക്കളും ശിശുപേട്ടൻ്റെ മേലെ ഒട്ടിപ്പിടിച്ചുകൊണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ചോട്ടു എഴുന്നേൽക്കാത്തതിനുള്ള ബഹളാണ് ഈ കാണുന്നത്. ചോട്ടുവിനെ പിടിച്ചു വലിച്ചു, മുടി പിടിച്ചു വലിച്ചു, കൈ പിടിച്ചു വലിച്ചു, ഒന്നും എഴുന്നേൽക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ചോട്ടുവിനെ എഴുന്നേൽപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് അവിടെ നടക്കുന്നത്. ചോട്ടു ആദ്യമൊക്കെ ഭയങ്കര ഏർലി മോർണിംഗ് പേഴ്സൺ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ പൊതുവേ നമ്മൾ ഇതുപോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ കിടന്നുറങ്ങാനുള്ളൊരു ടെൻഡൻസി കൂടുതലാണല്ലോ. അപ്പം വേദുവിന് പാല് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് പാലും കുടിച്ചു, പിന്നെ ബിസ്ക്കറ്റും കഴിച്ചു. അങ്ങനെ എല്ലാവർക്കും ഷെയറൊക്കെ ചെയ്യും, ചില സമയം. അപ്പം നമ്മളിങ്ങനെ മുന്നോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ കുറച്ച് അരയന്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുരങ്ങന്മാരും അരയന്നങ്ങളും ഒക്കെ ആയിട്ട്, കിളികളുടെ ശബ്ദമൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നേ. ഇതിനകത്ത് മൊത്തം വോയിസാണ്, അതുകൊണ്ടാണ് ഞാൻ നോയ്സാണ്, അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ വേദു ഇങ്ങനെ അരയന്നങ്ങളെയൊക്കെ നോക്കി പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദുവിൻ്റെ ഭക്ഷണം ഭയങ്കര മോശമാണ് കേട്ടോ. രാവിലെ പാല് മാത്രമാണ് ഭക്ഷണം. പിന്നെ കുറച്ച് കഴിഞ്ഞാലും ഈ എന്തെങ്കിലും റാഗിയോ അങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത്. അല്ലാതെ നമ്മളിരിക്കുമ്പോൾ നമ്മളെ കൂടെ ഭക്ഷണം കഴിക്കും, പക്ഷെ അങ്ങനെ ശരിക്കും വിശപ്പ് മാറാൻ മാത്രമുള്ള ഭക്ഷണമൊന്നും അവൻ കഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതേപോലെ എന്തെങ്കിലും ബോട്ടിൽ ഫീഡൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചായയൊക്കെ ഇട്ടു. 8 മണിക്കാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് ടൈം. അപ്പോൾ അപ്പോഴേക്കും നമ്മൾ ചായയൊക്കെ ഇട്ട് കുടിച്ചു. ഇതിപ്പോൾ 2ാമത്തെ തവണയാണ് ഞാൻ ഡോർ അടയ്ക്കുന്നത്. ഇന്നലെയും ഡോർ അടച്ചു പോയി, ഇന്നും ഡോർ അടച്ചു പോയി. അത് കീ ഉള്ളിൽ വെച്ചിട്ടാട്ടോ ഡോർ അടയ്ക്കുന്നത്. അപ്പോൾ ഇനി അവർ വരണം, റൂം സർവീസിന് ആൾ വരണം. ഇനി അത് തുറക്കണമെങ്കിൽ ചവിട്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല. 2 പ്രാവശ്യം ഞാൻ പറഞ്ഞതാ പൂട്ടിക്കോളാം. അങ്ങനെ റൂം ബോയ് വന്നു, നമ്മുടെ റൂമൊക്കെ എക്സ്ട്രാ കീ ഇട്ട് തുറന്നു തന്നു. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 8 മണി ആയിട്ടില്ല. അപ്പോൾ ഇനിയും സമയമുള്ളതുകൊണ്ട് ഞങ്ങളിങ്ങനെ പതുക്കെ പുറത്തു കൂടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും
നല്ലൊരു അരുവി ഇങ്ങനെ ക്രോസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ചെറിയ അരുവിയാണ്, നീളത്തിലിങ്ങനെ ചെറിയൊരു അരുവി, അധികം വെള്ളമൊന്നുമില്ല, ചില സൈഡിലൊക്കെ കുറച്ച് ചളിയുണ്ട്. പിന്നെ ഈ ഒരു മുള കൊണ്ടുണ്ടാക്കിയ ഊഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതുപോലെ മുള കൊണ്ട് കെട്ടി ഉണ്ടാക്കിയ സീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങനെ കുറേ സമയം അവിടെ ഇരുന്ന് ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. ആ രാവിലത്തെ ചെറിയ തണുപ്പും പിന്നെ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ശബ്ദവും കിളികളുടെ ശബ്ദമൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പം വേദുവിന് ആ ഊഞ്ഞാലിൻ്റെ മുകളിൽ ഇരിക്കുകയും വേണം എന്നാൽ നിൽക്കുകയും വേണം എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു. അപ്പോൾ ഞാൻ കയറാൻ നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ ചെരുപ്പ് ചളിയിൽ പൂണ്ടുപോയി. ഞാനിങ്ങനെ ഹൃദയം തകർന്ന പോലെ ആയിപ്പോയി, കാരണം എൻ്റെ ക്രോക്സ്. പക്ഷെ ഒന്നും പറ്റിയില്ല, ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ അതിനെ ഞാൻ കഴുകി വെളുപ്പിച്ചു. എന്നിട്ട് നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ചോട്ട് ഷൂ ഇട്ടതിന് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ, ചെരുപ്പിട്ടാൽ മതിയായിരുന്നു, ഷൂ ഫുൾ നനഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നമായല്ലോ. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റെസ്റ്റോറൻറ്റിൽ ബുഫേ ആയിരുന്നു. അപ്പം ഒരുപാട് മെനു ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വലിയ ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 2 സംഭവം മൈസൂർ ബോണ്ടയാണ്, പിന്നെ ഇഡ്ഡലി ഉണ്ടായിരുന്നു, ഓംലെറ്റ് ഉണ്ടായിരുന്നു, ഊത്തപ്പം ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ സേമിയത്തിൻ്റെ ഉപ്പുമാ ഉണ്ടായിരുന്നു, പൂരി, കടലക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ച് പിന്നെ വേദുവിനെയും കൊണ്ട് നമ്മൾ തിരിച്ചിറങ്ങിയപ്പോൾ അവിടെ ഒരു കിടന്നാടുന്ന ഊഞ്ഞാലുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇട്ടപ്പോഴേക്കും വാവ പേടിച്ച് ബഹളം വെച്ചു. അപ്പോൾ അതിനകത്തുനിന്ന് നമ്മളെടുത്തു. പിന്നെ ചോട്ടൂൻ്റെ മടിയിൽ ഇതുപോലെ മേല് കിടത്തി കൊടുത്തപ്പം കിടന്ന് ആടുമായിരുന്നേ. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ പോയപ്പോഴേക്കും അവൻ ഇറങ്ങിപ്പോന്നു. പിന്നെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോൾ ഇതുപോലൊരു പ്ലേസ് കണ്ടു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതായത് കുറച്ച് മരങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. ആ മരങ്ങളുടെ ചില്ലകളിലേക്കായിട്ട് ഇതുപോലൊരു സീറ്റിംഗ് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു പാലും. അപ്പം അതിനകത്ത് ഇങ്ങനെ കയറിയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പം നല്ലൊരു ആംബിയൻസ് ആയിരുന്നേ. നമുക്കിങ്ങനെ റിലാക്സ് ചെയ്യാൻ പറ്റും. അതായത് പ്രകൃതിയും കാര്യങ്ങളും ഒന്ന് റിലാക്സ് ചെയ്യണം, ഈ നമ്മുടെ എന്തൊക്കെയോ തിരക്കും ബഹളത്തിനിടയിൽ റിലാക്സ് ചെയ്യണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ നല്ലൊരു പ്രോപ്പർട്ടിയാണ്. അധികം ബഹളമൊന്നുമില്ല. അപ്പോഴാണ് അത് സംഭവിച്ചത്. ഞാൻ പറഞ്ഞു ഞാനില്ല എന്ന് 100 തവണ പറഞ്ഞിട്ടും എന്നെ പിടിച്ച് കയറ്റുകയാണ് കേട്ടോ. അതായത് ഇവിടെ കണ്ടോ, ഇങ്ങനെ ഒരു ചാഞ്ഞ മരമുണ്ട്, അതിൻ്റെ മുകളിലിരുന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചത്. അപ്പോഴാണ് ടബടോ, അതാണ് സംഭവിച്ചത്. ഞാൻ വിചാരിച്ചു എനിക്കെന്തെങ്കിലും പറ്റിക്കാണെന്ന്, ദൈവസഹായിക്കാൻ പറ്റിയില്ല. എന്താ നല്ലതാ, ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മോൻ വിളിച്ചത്. നമ്മൾ അങ്ങനെ കുറച്ച് നേരം എൻജോയ് ഒക്കെ ചെയ്തു. അങ്ങനെ വേദുവിനെയും കൂട്ടിയിട്ട് തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. നമുക്ക് ചെക്ക് ഔട്ട് ടൈം 11 മണിക്കാണ്. പക്ഷേ അഗോഡയിലായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 12 മണിക്ക് ചെക്ക് ഔട്ടും 2 മണിക്ക് ചെക്കിനും ആയിരുന്നു അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറച്ച് നമ്മൾ 12 മണിയായി ഇറങ്ങിയപ്പം, പക്ഷെ അവരൊന്നും പറഞ്ഞൊന്നുമില്ല. നമ്മൾ പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി പെട്ടെന്ന് റെഡിയായി 504 റൂമിലായിരുന്നു നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്മരണയ്ക്ക് വേണ്ടി അതിൻ്റെ മുന്നിൽ നിന്നൊരു സെൽഫി, ഒരു ഫോട്ടോ എടുക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിപ്പോയി അത് ഓണാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളതാ ഈ ബ്രൂക്ക് സൈഡ് റിസോർട്ടിൽ നിന്നും നമ്മൾ യാത്ര പറയുകയാണ്. താങ്ക്സ് ടു അബാദ് ബ്രൂക്ക് സൈഡ്, നല്ലൊരു ദിവസം നമുക്ക് സമ്മാനിച്ചതിന്. അപ്പം എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ നിങ്ങളുടെ കമൻറ്റ് താഴെ രേഖപ്പെടുത്തേണ്ടതാണ്. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, ലവ് യു, പൊന്നു.